നമസ്കാരം. കേരളത്തിലും ഒരു പേരുമാറ്റ വിവാദം കത്തുകയാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രനാണ് ഇതിനു പിന്നിൽ. സുൽത്താൻ ബത്തേരി എന്ന സ്ഥലനാമം ഗണപതിവട്ടം എന്നാക്കണമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. സുരേന്ദ്രൻ പറഞ്ഞതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്, കൃത്യമായും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പക്ഷേ എന്താണെന്ന് ചിന്തിക്കേണ്ടതുമാണ്. ഗണപതിവട്ടം എന്ന പേരുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ കാര്യമൊന്നുമല്ല. കുറച്ചധികം പഴക്കമുണ്ട് ഗണപതിവട്ടത്തെക്കുറിച്ചുള്ള ഈ വിവാദങ്ങൾക്ക്, സംവാദങ്ങൾക്ക്. ഹൈദരാലിയുടെ പടയോട്ടത്തിന് ശേഷമാണ് ഗണപതിവട്ടം സുൽത്താൻ ബത്തേരിയായി മാറിയത്. അതിന്റെ ചരിത്രവും അറിയേണ്ടതുണ്ട്. എന്നിട്ട് കാലണയ്ക്ക് വിലയില്ലാത്ത സ്വന്തം പാർട്ടിയെ വിൽക്കാൻ വയ്ക്കുന്ന സുരേന്ദ്രന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് പോകാം. ഗണപതിവട്ടം എന്ന പേരിന് 600 വർഷത്തിലധികം പഴക്കമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് വയനാട്ടിൽ തലശ്ശേരി സബ് കളക്ടറായിരുന്ന TH ബാലന്റെ കാലത്താണ് സെറ്റിൽമെന്റ്സ് ഉണ്ടാകുന്നത് തന്നെ. അതിന്റെ ഭാഗമായി 10 ഡിവിഷനുകൾ രൂപം കൊണ്ട് മുന്നാട്, മുത്തൂർനാട്, ഇളംകൂർനാട്, കുറുമ്പാല, വയനാട്, ഗണപതിവട്ടം തുടങ്ങിയ 10 ഡിവിഷനുകൾ. പ്രസിദ്ധമായ ഒരു ഗണപതി ക്ഷേത്രം നിലനിന്നിരുന്നതിനാലാണ് ഗണപതിവട്ടം എന്ന പേര് തന്നെ ആ സ്ഥലത്തിന് ലഭിച്ചത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായിരുന്നു ഈ ക്ഷേത്രമെന്നാണ് ചരിത്രകാരന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും പടയോട്ട കാലത്ത് ഗണപതിവട്ടം ക്ഷേത്ര പരിസരത്ത് സുൽത്താന്റെ പട്ടാളം തമ്പടിച്ചു. അവരത് സേനാ താവളമാക്കി മാറ്റി. സുൽത്താൻസ് ബാറ്ററി, അതായത് സുൽത്താന്റെ ബാറ്ററി എന്നാണ് ബ്രിട്ടീഷുകാർ അതിനെ വിശേഷിപ്പിച്ചത്. ഇത് ലോപിച്ച് സുൽത്താൻ ബത്തേരി എന്നാവുകയായിരുന്നു. 1934 കിടങ്ങനാട് എന്ന പേരിൽ ഒരു പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടു. പിന്നീട് അത് നൂൽപ്പുഴ, നെന്മേനി എന്നീ പഞ്ചായത്തുകളായി വിഭജിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിലും ഗണപതിവട്ടം എന്നായിരുന്നു പേര്. 1968 സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് രൂപം കൊള്ളുന്നത്. കിടങ്ങനാട്, നൂൽപ്പുഴ, നെന്മേനി എന്നിവ ചേർന്നതാണ് സുൽത്താൻ ബത്തേരി ഔദ്യോഗികമായി രൂപം കൊണ്ടത്. വയനാട് താൻ ജയിക്കില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ 4ാം സ്ഥാനത്തേക്ക് തന്നെ തള്ളപ്പെടുമെന്ന് സുരേന്ദ്രന് നന്നായിട്ട് അറിയാം. അപ്പോൾ പിന്നെ എന്തിനാണ് സുരേന്ദ്രൻ ഇപ്പോൾ ഗണപതിവട്ടത്തിൽ ചുറ്റിക്കറങ്ങുന്നത്? പെട്ടെന്ന് തോന്നും BJP ദേശീയ തലത്തിൽ ഉയർത്തുന്ന ചില വാദങ്ങളോട്. അതായത് രാമക്ഷേത്ര വിവാദം, മറ്റു സ്ഥലനാമങ്ങളൊക്കെ മാറ്റിയിരുന്നല്ലോ, ആ വാദങ്ങളോടൊക്കെ കിടപിടിക്കാനും അതിന്റെ പേരിൽ ഹിന്ദു വോട്ട് പിടിക്കാനും ആണെന്ന്. പക്ഷേ അതല്ല. പിണറായിയുടെ ആസനം താങ്ങിയ സുരേന്ദ്രന് നന്നായിട്ടറിയാം ഈ വാദമൊന്നും കേരളത്തിൽ വില പോകില്ലെന്ന്. അപ്പോൾ പിന്നെ എന്തിന്? പ്രസക്തമാണ് ആ ചോദ്യം. കളിയായി തോന്നുമെങ്കിലും അതിനുള്ള ഉത്തരം ശോഭാ സുരേന്ദ്രൻ എന്നത് തന്നെയാണ്. ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ മണ്ഡലത്തിൽ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അത് പിണറായിക്ക് രസിക്കുന്നില്ല. പിണറായിക്ക് ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അതായത് ഭയങ്കര ആശങ്കയുണ്ട്, ജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ. കാരണം അതിന് മാത്രമുള്ള കാരണങ്ങളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. EDയുടെ അന്വേഷണം, കരുവന്നൂർ കേസിലും മാസപ്പടി കേസിലും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രന് പിന്തുണ കൂടുന്നുണ്ട്. അപ്പോൾ ആരിഫിന്റെ നില അവിടെ താഴുന്നു എന്നർത്ഥം. അത് പിണറായിക്ക് രസിക്കുന്നില്ല. അപ്പോൾ പിന്നെ സുരേന്ദ്രന് ഇഷ്ടപ്പെടുമോ? പിണറായിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സുരേന്ദ്രന് അത് ഇഷ്ടപ്പെടുമോ? അതിനെ ചെറുക്കണം. അത് തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ശോഭയ്ക്കെതിരെ കളിക്കുന്നത് ആർക്കും മനസ്സിലാക്കാനും പാടില്ല. അതുകൊണ്ട് വളരെ നയപൂർവ്വം കണ്ടെത്തിയതാണ് ഗണപതിവട്ടം എന്ന വഴി. അല്ലാതെ വോട്ട് വിഹിതം കൂട്ടാൻ പോലും പറ്റാത്ത സുരേന്ദ്രന് ഗണപതിവട്ടത്തിൽ എന്ത് കാര്യം? നന്ദി.